ഗുഡ് മോർണിംഗ്. നമ്മുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ വിത്ത് സെപ്പറബിൾ കേണലാണ്. ഇപ്പോൾ കേണൽ എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ ഓഫ് എക്സ് കോമ സൈ ആണ്. രണ്ട് വേരിയബിൾ എക്സും സൈ ഉള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഇൻ്റഗ്രലിനുള്ളിൽ വരുന്നതാണ്. സാധാരണ ഇൻ്റഗ്രൽ ഇക്വേഷനിൽ ഇൻ്റഗ്രലിനുള്ളിലാണ് ഇത് വരാറ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പഠിച്ചു, അത് സിമെട്രിക് ആവണമെങ്കിൽ കെ ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു കെ സൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സും സൈ ഉൾപ്പെടുന്ന ഫംഗ്ഷനിൽ എക്സിലെടുത്ത് സൈയും സൈയിലെടുത്ത് എക്സും റീപ്ലേസ് ചെയ്താൽ ഫംഗ്ഷന് മാറ്റം വരില്ല. അതിനെയാണ് സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെപ്പറബിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു കേണൽ എന്നതിന് പറയുന്നത് സെപ്പറബിൾ എന്ന് പറയുന്നതിന് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സം ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഈച്ച് ഓഫ് വിച്ച് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് എ ഫംഗ്ഷൻ ഓഫ് സൈ. അതായത് ഈ കെ ഓഫ് എക്സ് ഐ എന്നുള്ളത് സെപ്പറബിൾ ആണെങ്കിൽ അത് സം ഓഫ് ഫൈനൈറ്റ് ലിമിറ്റഡ് ടേംസ്, ഇവിടെ n ടേംസ് ആണ്. ഫസ്റ്റ് ടേം ഇത്, സെക്കൻഡ് ടേം ഇപ്പുറത്ത് F2 G2, ലാസ്റ്റ് ടേം Fn Gn, ഇങ്ങനെ n ടേംസ് ഉണ്ട്, ക്യാപിറ്റൽ N ടേംസ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ലിമിറ്റഡ് ടേംസേ ഉള്ളൂ. ഓരോ ടേമും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സും ഒരു ഫംഗ്ഷൻ ഓഫ് സൈ ആയിരിക്കും, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ടേമും അങ്ങനെ ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് സൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സെപ്പറബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ കേണലാണ്. അപ്പോൾ കേണൽ സെപ്പറബിൾ എന്ന് പറയുകയാണെങ്കിൽ കേണലിന് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ഓക്കെ, കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇ റേസ് ടു എക്സ് പ്ലസ് ഐ എന്നുള്ളത് സെപ്പറബിളാണ്, സിമെട്രിക് ആണ്. കാരണം ഇ റേസ് ടു എക്സ് പ്ലസ് ഐയിൽ സൈയും എക്സും അങ്ങോട്ട് മാറ്റിയാൽ ഇ റേസ് ടു സൈ പ്ലസ് എക്സ് ആവും, രണ്ട് സെയിം ആണല്ലോ. അതാണ് എൻ്റെ അർത്ഥം സിമെട്രിക് എന്ന് പറഞ്ഞാൽ. സെപ്പറബിൾ എന്ന് പറയാൻ കാരണം ഇ റേസ് ടു എക്സ് പ്ലസ് ഐനെ നമുക്ക് ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ഐ എന്ന് എഴുതാം. അപ്പോൾ ഒരു ടേമേ ഉള്ളൂ, ഇവിടെ ഒരു ടേമേ ഉള്ളൂ. ആ ടേമിൽ ഒന്ന് ഫംഗ്ഷൻ ഓഫ് എക്സും ഒന്ന് ഫംഗ്ഷൻ ഓഫ് സൈ ആണ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അതിന് F1 ഓഫ് എക്സ് ഇൻറ്റു G1 ഓഫ് സൈ എന്ന് ഡിനോട്ട് ചെയ്യാം. രണ്ടാമത്തെ F2 G2 ഇവിടെ ഇല്ല, ഒരു ടേമേ ഉള്ളൂ. ഇതുപോലെ ഇതും അങ്ങനെ തന്നെ സെപ്പറബിൾ ആണ്, ബട്ട് സിമെട്രിക് അല്ല. കാരണം ഇതിനിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും റോള് മാറ്റിയാൽ എക്സും സൈ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാൽ ഇത് വ്യത്യാസമുണ്ട് ഫംഗ്ഷൻ. ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് സൈ സ്ക്വയറും ഇത് അങ്ങോട്ട് എക്സും സൈ മാറ്റും ഇ റേസ് ടു സൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറാണ്, അത് രണ്ടും ഈക്വൽ ആവില്ല. അപ്പോൾ അത് സിമെട്രിക് അല്ല, ബട്ട് സെപ്പറബിൾ ആണ്. കാരണം ഇതിനെയും വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ സ്ക്വയർ എന്ന് എഴുതാം. ഒറ്റ ടേമാണ്, അതിൽ ഒരു ടേം ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം, ഒരു ടേം ഫംഗ്ഷൻ ഓഫ് സൈ മാത്രം. അപ്പോൾ F1 ഓഫ് എക്സ് ഇൻറ്റു G1 ഓഫ് സൈ എന്ന രൂപത്തിൽ എഴുതാം. ഈ സൈൻ എക്സ് പ്ലസ് സൈ എന്നുള്ളത് സൈൻ എ പ്ലസ് പി നമുക്കറിയാമല്ലോ, സൈൻ എ കോസ് പി പ്ലസ് കോസ് എ സൈൻ പി. അത് പ്രകാരം എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് സെപ്പറബിൾ ആയിരിക്കും. കാരണം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം രണ്ട് ടേമാണുള്ളത്. ആദ്യത്തെ ടേമിൽ ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് സൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഫംഗ്ഷൻ ഓഫ് എക്സ് ഫംഗ്ഷൻ ഓഫ് സൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സിമെട്രിക് കൂടിയാണ്. കാരണം എക്സ് പ്ലസ് സൈ എന്നുള്ളത് സൈ പ്ലസ് എക്സ് ആയാലും വ്യത്യാസമൊന്നും വരാനില്ല, സിമെട്രിക് ആണ്. പിന്നെ വേറൊരു ഫംഗ്ഷൻ 1 - 3xi, അത് സിമെട്രിക് ആണ്. എക്സും സൈയും മാറ്റിയാലും വ്യത്യാസമൊന്നുമില്ല. 1 - 3 സൈ എക്സ് ആയാലും രണ്ട് സെയിം ആണ്. പിന്നെ ഇതിനെ ഈ ഫസ്റ്റ് ടൈം വണ്ണിൻ്റെ 1 എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ രണ്ട് കോൺസ്റ്റൻസാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ഓഫ് സൈ എന്ന് വിചാരിക്കാം. കോൺസ്റ്റൻറ്റ് നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് വിചാരിക്കാം, ഫംഗ്ഷൻ ഓഫ് സൈ ആയിട്ട് ഏത് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ 1 എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരു 1 ഫംഗ്ഷൻ ഓഫ് എക്സ്, ഒരു 1 ഫംഗ്ഷൻ ഓഫ് സൈ ആയിട്ട്. അടുത്ത ടൈമിൽ പ്ലസ് -3x ഇൻറ്റു സൈ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ -3x F2 ഓഫ് എക്സ്, സൈ എന്ന് പറഞ്ഞാൽ G2 ഓഫ് സൈ. അങ്ങനെ രണ്ടാമത്തെ ടൈം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന രൂപത്തിൽ നമുക്ക് അത് എന്താണ്, സിമെട്രിക് ആണ്, സെപ്പറബിൾ ആണ്. ഇനി വേറൊന്ന് 2xi - 4x². ഇതും അങ്ങനെ തന്നെ, പക്ഷേ സിമെട്രിക് അല്ല. കാരണം ഇവിടെ ഇപ്പോൾ എക്സ് മാറ്റി സൈ ആക്കുക, അവിടെ 4xi² വരും. അപ്പോൾ അത് എന്തായാലും വ്യത്യാസമുണ്ട്, രണ്ടും ഈക്വൽ ആവില്ല. പക്ഷേ ഇതെന്താണ്, സിമെട്രിക് ആണ്. 2x ഇൻറ്റു സൈ എന്ന് ചെയ്താൽ അപ്പോൾ F1x 2x G1 സൈ. പിന്നെ F2 ഓഫ് എക്സ് -4x² എടുക്കാം. G2 ഓഫ് സൈ ഇവിടെ കാണുന്നില്ല പ്രത്യേകിച്ച്, അപ്പോൾ 1 എടുത്താൽ മതി. G2 ഓഫ് സൈ 1 എടുത്താൽ മതി. ഓക്കെ, ആ തരത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓരോ ടേം രണ്ട് ടേമാക്കി എഴുതാം. ഓരോ ടേമും ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് സൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ സാധാരണ ഫോം എന്നറിയാം. ആ ഫോമിൽ റൈറ്റ് സൈഡിൽ ക്യാപിറ്റൽ F ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്.
ആ ഫംഗ്ഷൻ ഐഡൻറ്റിക്കലി സീറോ ആണെങ്കിൽ, സീറോ ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അവിടെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷന് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. അങ്ങനെ ടേം ഇല്ലെങ്കിൽ, അതായത് സാധാരണ നമ്മൾ ഒരു വൈ ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ടു ബി കെ ഓഫ് എക്സ് ഐ ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ എന്നൊക്കെയാണ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ നിന്ന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു നേരിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻ ഹോമോജീനിയസ് ഇക്വേഷൻ. അല്ല ഈ എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ നോൺ ഹോമോജീനിയസ് എന്നുകൂടി പറയാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ വിത്ത് സെപ്പറബിൾ കേർണൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വൈ കണ്ടുപിടിക്കുക, വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. വൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ടു ബി കെ ഓഫ് എക്സ് ഐ വൈ ഓഫ് സൈ ഡി സൈ. ഫ്രെഡോം പറയാൻ കാരണം ഈ ലിമിറ്റ്സ് രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ആൽഫ ഓഫ് എക്സ് 1 ആണ്, ഇവിടെ ആൽഫ ഓഫ് എക്സ് ഇല്ല, അപ്പോൾ 1 ആണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണിത്. ഓൾസോ ഗിവൺ ദാറ്റ് ദിസ് കേർണൽ ഈസ് സെപ്പറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെപ്പറബിൾ ആണെങ്കിൽ നമുക്ക് ആ കേർണലിനെ ഫോർ എക്സാമ്പിൾ 2 ടേമിൻ്റെ സമ്മാക്കി എഴുതാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 2 ടേംസ് വിചാരിക്കും. എഫ് ഓഫ് എക്സിൻ്റെ ജി വൺ ഓഫ് സൈ പ്ലസ് എഫ് ടു ഓഫ് എക്സിൻ്റെ ജി ടു ഓഫ് സൈ എന്ന രൂപത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ ഓഫ് എക്സ് ഇപ്പോൾ എന്തായിട്ട് മാറി? വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇതിന് പകരം നമ്മൾ ഇത് കൊടുക്കുക, സെപ്പറേറ്റ് ചെയ്തല്ലോ, ആ ഫോം കൊടുക്കുക, വൈ ഓഫ് സൈ ഡി സൈ. അപ്പോൾ നമുക്ക് എന്ത് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ 2 ഇൻ്റഗ്രലാക്കി മാറ്റാൻ പറ്റും. ഇൻ്റഗ്രൽ ഈസ് വിത്ത് റെസ്പെക്ട് ഡി സൈ, വിത്ത് റെസ്പെക്ട് സൈ ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് സൈ അല്ലാത്തതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ പുറമേ എടുക്കാം. ആ തരത്തിലാണ് നമ്മൾ ഇതിനെ 2 ഇൻ്റഗ്രലാക്കി മാറ്റുന്നത്. ആദ്യത്തെ ഇൻ്റഗ്രൽ ലാംഡ എഫ് ഓഫ് എക്സ് എഫ് വൺ ഓഫ് എക്സ് പുറമേ എടുത്തു, കാരണം ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് സൈ ഇല്ലല്ലോ. അപ്പോൾ സൈക്കനുസരിച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്, ലാംഡയും എഫ് വൺ ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ് പുറമേ എടുത്തു. ഇൻ്റഗ്രേറ്റ് ടു ബി ജി വൺ ഓഫ് സൈ വൈ ഓഫ് സൈ ഡി സൈ അങ്ങനെയല്ലേ വരിക, വൈ ഓഫ് സൈ കോമൺ ആണ്. പക്ഷേ അടുത്തതിൽ ഇങ്ങനെ തന്നെ ലാംഡ ഇൻറ്റു എഫ് ടു ഓഫ് എക്സ് പുറമേ എടുത്തു, ബാക്കി ഇൻ്റഗ്രേറ്റ് ടു ബി ജി ടു ഓഫ് സൈ ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ എന്ന് വരും. ഓക്കെ, എന്തായാലും ഈ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം വൈ ഓഫ് സൈ നമുക്ക് അറിയില്ല, അത് കാണാനാണ് പോകുന്നത്, വൈ എന്താണെന്ന് കാണാനാണ് പോകുന്നത്. വൈ ഓഫ് എക്സ് അറിഞ്ഞാൽ പിന്നെ വൈ ഓഫ് സൈ അറിയും. വൈ ഓഫ് എക്സ് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, അതിൽ എക്സ് മാറ്റി സൈ ആക്കിയാൽ അത് വൈ ഓഫ് സൈ ആയി. പക്ഷേ അറിയില്ലല്ലോ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് അറിയില്ല, അതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഇൻ്റഗ്രൽ ഒരു വിത്ത് റെസ്പെക്ട് ടു സൈ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവസാനം ബിയും എ ഒക്കെ കൊടുക്കുകയല്ലേ വാല്യൂസ്, കോൺസ്റ്റൻസ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിന് നമ്മൾ അസ്യൂം ചെയ്ത് ഇതിൻ്റെ വാല്യൂ C1 ഒരു കോൺസ്റ്റൻ്റും ഇതിൻ്റെ വാല്യൂ C2 എന്നും വിചാരിക്കാം. ഓക്കെ, ആ G1 വരുന്നത് G1 ഇൻറ്റു വൈ എന്ന് വരുന്നത് C1 എന്നും G2 ഇൻറ്റു വൈ എന്ന് വരുന്നത് C2 ആയിട്ട് എടുക്കുക. അങ്ങനെ കൊടുത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇതാണ് സൊല്യൂഷൻ, വൈ ഓഫ് എക്സ് എന്നുള്ളത് ഇപ്പോൾ സൊല്യൂഷനായിട്ട് വന്നു. പക്ഷേ ഇത് കണ്ടുപിടിക്കണം, C1 ഉം C2 അറിയണം, എന്നാൽ സൊല്യൂഷനിൽ സാധാരണ ആർബിട്രറി ലാംഡയൊക്കെ വരും, കോൺസ്റ്റൻസ് ഒക്കെ വരും, അതിനൊന്നും പ്രശ്നമില്ല. ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്, ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. C1 C2 നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിൽ C1 C2 നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സൊല്യൂഷൻ കിട്ടിയതാണ്. C1 C2 അറിയെങ്കിൽ ഈ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, C1 എന്താണ് C2 ആണെന്നൊക്കെ നമുക്കറിയാം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? C1 C2 കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനെ, ഈ പറഞ്ഞ സൊല്യൂഷനാണ് നമ്മൾ അവകാശപ്പെടുന്ന ഈ ഇക്വേഷനെ ആദ്യം G1 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തം ഇവിടെ ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഓഫ് എക്സ് ആണല്ലോ ഇപ്പുറത്തുള്ളത്, അതിന് G1 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ഇൻ്റഗ്രേറ്റ് ടു ബി. ഇപ്പുറത്ത് അങ്ങനെ തന്നെ ഫസ്റ്റിൽ വരുന്നത് എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, അതിനെ നമ്മൾ G1 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അടുത്ത ടൈമിൽ വരുന്നത് ലാംഡ C1 എന്നുള്ളത് എന്താണ്? ലാംഡ C1 അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ എഫ് വൺ ഓഫ് എക്സ് ആ ഫംഗ്ഷനുണ്ട്, അപ്പോൾ അതിനെ G1 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതാണ് ഇവിടെ ചെയ്തത്. G1 ഓഫ് എക്സ് ഇൻറ്റു ലാംഡ C1 ഇൻറ്റു
g1 of x into f1 of x dx ഇൻ്റഗ്രേറ്റ്. അടുത്തത് അങ്ങനെ തന്നെ ലാംഡ c2 ഇൻ്റഗ്രേറ്റ് ബി f2 of xനെ g1 of x മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു ഇൻ്റഗ്രലായിരിക്കും. കാരണം വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തു, എക്കും ബിയും എയും ഒക്കെ വില കൊടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ആൽഫ 1 റെപ്രസെൻറ്റ് ചെയ്യും. കാരണം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കാരണം ഇവിടെ g1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ് ആൽഫ 1 എന്ന് കൊടുത്തത്. f1നെ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 1ഉം 1ഉം ആണോ ആ സഫിക്സ് കൊടുത്തിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ അങ്ങനെ 1 2 g1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു f2നെ, അതുകൊണ്ട് ആൽഫ 1 2 എന്ന് ഈ കോൺസ്റ്റൻ്റ് റെപ്രസെൻറ്റ് ചെയ്യും. ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. അടുത്ത കാരണം ഇനി അടുത്തത് ഇതേ പ്രൊസീജിയറിനെ 2നെ നമ്മൾ g2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ അതിനനുസരിച്ച് വരുന്ന കോൺസ്റ്റൻ്റ് നമ്മൾ ആൽഫ 2 1 എന്നും ആൽഫ 2 2 എന്നും ഡിനോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ സഫിക്സാണ് ആദ്യം കൊടുക്കുന്നത്. g2 ആണെങ്കിൽ 2, f1നെ മൾട്ടിപ്ലൈ 1, അങ്ങനെ 2 1. അടുത്തത് g2 ഇൻറ്റു f2 ആണെങ്കിൽ 2 2 അല്ലേ? അതാണ് അടുത്ത ഇതിൽ വരാൻ പോകുന്നത്. ഇതിപ്പോൾ ഒന്ന് ഇക്വേഷൻ 2നെ g1 of x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സ്ഥിതിയാണിത്. ഓക്കെ, എനിവേ ഇതിന് നമ്മൾ ആൽഫ 1 ഇതിനും ആൽഫ മറ്റൊക്കെ ഓൾറെഡി ലാംഡ c1 ലാംഡ c2. അതുപോലെ ഈ ഇൻ്റഗ്രലിന് ഒരു വില കിട്ടുമല്ലോ എന്തായാലും, അതിന് ബീറ്റ 1 എന്ന് കൊടുത്തു. g1 കൊണ്ട് മൾട്ടിപ്ലൈ ക്യാപിറ്റൽ എഫ് എക്സിനെ, അതിന് ബീറ്റ 1 എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെയല്ല ശ്രദ്ധിക്കേണ്ടത്, ഇത് c1 തന്നെയാണ്. കാരണം c1 എന്ന് പറയാൻ കാരണം ഇത് c1 ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ മാത്രമല്ലേ മാറുന്നുള്ളൂ, സൈ മാറി എക്സ് ആവുന്നല്ലേ ഇവിടെ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇത്. അപ്പോൾ സെയിം ആൻസറാണ്. കാരണം ഇത് വിത്ത് റെസ്പെക്റ്റ് സൈ ചെയ്താലും വിത്ത് റെസ്പെക്റ്റ് എക്സ് ചെയ്താലും ഒരേ ലിമിറ്റല്ലേ കൊടുക്കുന്നത് രണ്ടിനും. അപ്പോൾ ആൻസർ ഒന്നും തന്നെയായിരിക്കില്ലേ. അതുകൊണ്ട് ഇത് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിന് c1 നമ്മൾ പേരെടുത്തു, അപ്പോൾ ഇതിനും c1 എന്ന് പേരെടുക്കുക. അങ്ങനെയാണ് ഈ സൈഡ് c1 വരുന്നത്, c1. അപ്പോൾ ഇത്തരത്തിലൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇക്വേഷൻ 2നെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാൻ പോകുന്ന ഇക്വേഷൻ 2നെ അതിൽ സൊല്യൂഷനാണത്, പക്ഷേ c1 c2 കണ്ടുപിടിക്കണമെന്ന് മാത്രം. അതിന് വേണ്ടി ആ c1 c2 കിട്ടാൻ വേണ്ടി ഉള്ളൊരു മെത്തേഡിലേക്ക് പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? ആ സൊല്യൂഷനായിട്ട് നമ്മളെടുത്ത ഇക്വേഷൻ 2നെ g1 x കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, ഞാൻ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ a മുതൽ b വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ തരത്തിൽ കിട്ടും. ഇനി ഇതേ പ്രോസസ്സ് തന്നെ ഇക്വേഷൻ 2നെ g2 of x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതേപോലെ ഒരു റിലേഷൻ വേറെ കിട്ടും. ഓക്കെ, അതാണ് ഇനി അടുത്തത് നോക്കുന്നത്. നെക്സ്റ്റ്